ഇപ്പം എവിടെ നോക്കിയാലും ബൺ മസ്ക് ഇറാനി ചായയാണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഞങ്ങളത് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ അല്ല, ഞങ്ങൾ സാധാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കാൽടെക്സിൻ്റെ അടുത്തൊരു കടയിൽ വന്നതാണ്. ട്രെൻഡിങ് ആയിട്ടും ഈ ഒരു ഐറ്റം ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. ഈ ഒരു ഐറ്റം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പല സാധനങ്ങളും ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തിനും കൂടുതൽ പറയുന്നത്, കണ്ണൂർ വന്നിട്ട് ഇത്ര കാലമായിട്ടും കണ്ണൂർ കോക്ടെയിൽ പോലും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എൻ്റെ പല വീഡിയോസിലും ഞാനൊരു ഫുഡിയാണോ, ഇതൊരു ഫുഡ് വ്ളോഗാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. വീഡിയോസ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നോർമൽ ഫുഡ്, റിപ്പീറ്റഡ് ഫുഡാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ വിശക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന നോർമൽ ഫുഡ് നമ്മൾ വ്ളോഗിൻ്റെ കൂടെ ആഡ് ചെയ്യും. അല്ലാതെ പ്രത്യേകിച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ എനിക്ക് പിടിക്കുമോ എന്നറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കാൻ നിൽക്കാറില്ല. ഇനി എന്തായാലും ഇങ്ങനത്തെ ഓരോ ട്രെൻഡിങ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ ഓരോ ട്രെൻഡിങ് ഐറ്റംസും കിട്ടുന്നതും വെറൈറ്റി ഐറ്റംസ് കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി നമുക്കതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഇറാനി ചായയും ബൺ മസ്കും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും കണ്ണൂർ എവിടെയാണ് കിട്ടുക, അല്ലെങ്കിൽ തലശ്ശേരി എവിടെയാണ് കിട്ടുക എന്ന് എനിക്കറിയില്ല. ആ ഒരു സ്പോട്ട് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്താൽ മതി, നമുക്കതും ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും പോകാത്ത രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ട് കഴിക്കുന്നതാണ്. ഹസ്ബൻഡ് എന്നോട് പറയും, ഇതാ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ലിപ്സ്റ്റിക്, നീ ധൈര്യമായിട്ട് കഴിച്ചതാ, ഇനി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുത്തിടാം. ഇതുപോലെ പോക്കറ്റ് ഇല്ലാത്ത ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ അവൻ്റെ കയ്യിലാണ് എൻ്റെ ലിപ്സ്റ്റിക് കൊടുക്കുക. അതുകൊണ്ട് എന്താണ്, ആളെ കൂട്ടത്തുനിന്നൊക്കെ ഇവൻ്റെ ലിപ്സ്റ്റിക്കും പൊക്കി പിടിച്ച് കാണിച്ചിട്ട് എന്നെ കളിയാക്കും. അതിൻ്റെ ഒരു സ്റ്റോറി തന്നെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം.